സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിഴിഞ്ഞം, ഗെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ തുടങ്ങിയത് യു.ഡി.എഫ് സർക്കാരാണ്. ഗെയിൽ പദ്ധതിയെ അന്ന് എതിർത്തയാളാണ് വ്യവസായ മന്ത്രി പി. രാജീവ്. 5 ലക്ഷം വീടാണ് 10 വർഷം കൊണ്ട് LDF സർക്കാർ നൽകിയത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 4.5 ലക്ഷത്തിലേറെ വീടുകൾ നൽകിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പ്രസംഗിച്ച ആളാണ് ഈ രാജീവ്, ഇന്നത്തെ വ്യവസായ മന്ത്രി. എന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈനിന്റെ അവകാശവാദം അവരെടുക്കുകയാണ്. 10 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടും ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീടുമാണ് പണിത്. അപ്പോ ആ ഭവന നിർമ്മാണത്തിന്റെ കാര്യം 10 കൊല്ലം കൊണ്ടാണെന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് ഈ പ്രോഗ്രസ് കാർഡ് ഇറക്കിയിരിക്കുന്നത്. ഇതിനേക്കാൾ കള്ളങ്ങൾ നിറച്ച, നുണകൾ നിറച്ച മറ്റൊരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന വേറെ സംഭവമില്ല. രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ. രാഹുൽ, ഇന്ന് മുഖ്യമന്ത്രി സർക്കാർ നേട്ടങ്ങൾ എണ്ണി പറയുകയായിരുന്നു. 900 വാഗ്ദാനങ്ങളിൽ 97% പൂർത്തിയാക്കി എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് പറയുകയും ചെയ്തത്. എങ്ങനെയാണ് ഇതിൽ പ്രതിപക്ഷ നേതാവ് പ്രതിരോധിക്കുന്നത്, UDF പ്രതിരോധിക്കുന്നത്? ശ്രുതി, വികസനത്തെ ഊന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് LDF നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിധി എഴുതാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തത്. 900 പ്രഖ്യാപനങ്ങളിൽ 97% പൂർത്തിയായെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിലൊരു ചർച്ചയ്ക്ക് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഇലക്ഷൻ എക്സ്പ്രസിലാണ് മുഖ്യമന്ത്രി ഡോക്ടർ അരുണിനോട് ഈ കാര്യം പറയുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ആ പ്രതികരണം ഏറ്റെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് വി.ഡി. സതീശൻ അതിലൊരു മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്, പ്രോഗ്രസ് കാർഡ് ശുദ്ധ തട്ടിപ്പാണെന്നാണ് വി.ഡി. സതീശൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. വിഴിഞ്ഞം, ഗെയിൽ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ തുടങ്ങി വെച്ചത് UDF സർക്കാരാണ്. അത് പൂർത്തിയാക്കുക മാത്രമാണ് LDF ചെയ്തിരിക്കുന്നത്. 5 വർഷം കൊണ്ട് UDF സർക്കാർ 10 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. എന്നാൽ 10 വർഷം കൊണ്ടാണ് 10 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ LDF സർക്കാരിനായതെന്നും വി.ഡി. സതീശൻ പറയുന്നു. അതുകൂടാതെ ഗെയിൽ പദ്ധതിയെ എതിർത്ത ഒരു വ്യവസായ മന്ത്രിയാണ് പി. രാജീവ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും മണിക്കൂറുകളിൽ സർക്കാർ പുറത്തുവിട്ട പ്രോഗ്രസ് റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ ഒരു ആദ്യഘട്ടമെന്ന പ്രതികരണമാണ് ഇപ്പോൾ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശ്രുതി, സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തട്ടിപ്പ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.